ഹലോ. ഹലോ. ആ നീ ഇങ്ങോട്ട് വിളിച്ചാ നന്നായി. ആണല്ലേ, ഞാൻ വിളിച്ചത് പേടിച്ചാ വിളിച്ചേ. നിന്നെ ഇങ്ങോട്ട് കാണാതുണ്ടാവും. അല്ല. 2-3 ദിവസമായാലും വിളിയൂല്ല, ഒന്നുമില്ലാതെ. കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. അതെ, എന്ത് എന്ത്? അത് ഉം, ഇന്നലെ എന്നോട് ഇക്ക പറഞ്ഞ് ഉം, നീ 2 ദിവസം മുമ്പേ എവിടെയെങ്കിലും പോയിനോ ചോദിച്ചേ. ആ, അത് ഞാൻ വിചാരിച്ച് ചെക്കനെല്ലാം പറഞ്ഞു കൊടുത്തിക്കാനോട് പേടിച്ച് വെറുത്തിങ്ങനെ നിക്കുമ്പോന്ന് അതൊന്നും ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ ഇക്ക എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ പറഞ്ഞു അല്ല എനിക്ക് നല്ല മണാണ് അന്ന്. അല്ല നീ പുറത്തു പോകുമ്പല്ലേ ആ സാധനം അടിക്കലുള്ളൂ പറഞ്ഞു. സ്പ്രേ അല്ലേ? അത് ശരി. അത് ഇത്ര ഇമ്പോർട്ടന്റാ പുള്ളിക്കും? അപ്പൊ അപ്പാന്ന് എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാനത് വെറുതെ എടുത്ത് കുടിച്ചതാന്ന്. അപ്പൊ എന്നേരം ഒക്കെ പറയാണ് അല്ല അന്ന് അപ്പൊ എനക്ക് ഒന്ന് കളിക്കാൻ തോന്നീനേനു എന്റെ അടുത്ത്. കളിക്കേ മണത്തിട്ട് അതൊരു വല്ലാതൊരു മൂടുണ്ടാക്കുന്ന ഒരു സ്പ്രേ ആണ് നിന്റെ അടുത്തുള്ള. അല്ല നീ ഒന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞേ അല്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തേ ഇല്ലാതെ ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞേ അല്ല എന്റെ മുഖത്തെ ക്ഷീണമെല്ലാം കണ്ടപ്പോ ഞാൻ ചോദിച്ചു പാവം ഉറങ്ങിക്കൂട്ട്. അനക്ക് സങ്കടം വന്നു കേട്ടാ. സങ്കടം വരാ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ സങ്കടം വരാ മിക്ക ദിവസം എന്ന് പറഞ്ഞ പോലെ കളിക്കുന്നതല്ലേ. അല്ല ക്ഷീണം കാരണം ഉറങ്ങിക്കൂട്ട് നീ എനിക്ക്. എനിക്ക് വന്നേ പുള്ളി നിന്നൊന്ന് സൂപ്പിട്ടേ പുള്ളി പുറത്തെവിടെയും പോയിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് വന്നിട്ടുണ്ടാവും. അതൊന്നുമല്ല. മറ്റങ്ങേര് സ്വന്തം ഭാര്യനെ കളിക്കണം തോന്നിയാല് ഇതെല്ലാം നോക്കുവോ കളിക്കുമ്പോ? ഇല്ല, എന്നാലും അന്ന് നല്ല ക്ഷീണല്ലേനു. എന്നിട്ട് അന്നാ ക്ഷീണമെന്നൊന്നും ചോദിച്ചിട്ടില്ല? ക്ഷീണമൊന്നും ആയില്ല. അത് പിന്നെ എന്തെങ്കിലും ജോലിയെല്ലാം എടുത്തിട്ട് ക്ഷീണിക്കാന്ന്. അതിന് മാത്രം എനിക്ക് വീട്ടിലൊക്കെയാണ് കളിച്ചിട്ടാകുമ്പോഴുള്ള ക്ഷീണവും മറ്റുള്ള ക്ഷീണവും കണ്ട തിരിച്ചറിയില്ലേ എന്റെ പൊട്ടൻ ഭർത്താവിന്? തിരിച്ചറിയണം എനിക്ക്. തിരിച്ചറിയുന്ന വേണ്ട, തിരിച്ചല്ല ഞാൻ പറയാ. അല്ല എന്നിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? അല്ല ഇന്ന് അതൊന്ന് പൂശിയാലോ സ്പ്രേ. അത് ശരി. എന്നിട്ട് ഇങ്ങോട്ട് വരുവാ? ഇല്ല, അല്ല ഇക്കാനെടുത്ത് കാര്യമുള്ളൂ, നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. എനിക്കല്ലേ കാര്യം കൂടുതലേ. അല്ല ഇക്കാക്ക് ഇന്ന് ഞാൻ ചോദിച്ച് പാവം അന്ന് ആശിച്ചല്ലേ, അപ്പൊ ഇന്ന് ഒന്ന് സ്പ്രേ എല്ലാം പൂശിട്ട് ഇക്കാൻ തോന്നിച്ചെന്ന്. അത് പറയാനാണോ നീ വിളിച്ചേ? എന്നാ അല്ല ഞാൻ വിളിച്ചത് ഇത് പറയാൻ തന്നെയാണ്. ഞാൻ ഇന്ന് അതും പൂശിട്ട് അങ്ങോട്ട് വന്നാലോ എന്ന് പറയാനാ വിളിച്ചതാ ഞാൻ വിചാരിച്ചത്. അതൊന്നും ആശിക്കണ്ട കേട്ടാ ഇനി. നമ്മുടെ കാര്യം ഇങ്ങനെയല്ല തന്നെ, നീ കുറെ കടന്ന ആ ചെക്കന്റെ നോട്ടം അപ്പൊ സേഫല്ല. ചെക്കന്റെ മുന്നിലും സ്പ്രേ പൂശിട്ട് പോകണ്ട കേട്ടാ. ചെക്കന്റെ മുന്നിൽ തീരെ പോവില്ല. അല്ല ഞാനെന്നാ ചേച്ചി ഇക്കേന്റെ ചോദ്യം കേട്ടിട്ട് ഇക്കാന്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ചെക്കൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇക്കയോട് ആരോ പറഞ്ഞു വിട്ടു പറ. നിന്റെ സംസാരം
തുടങ്ങിയപ്പോ ഞാനും അങ്ങനെ വിചാരിച്ചേ. കേട്ടാ. പിടിച്ച് മോനെ. എന്തായാലും ഇപ്പൊ ഒരു കാലം ഒക്കെ പിടിക്കുമെന്ന് നീ ഓർമ്മിച്ച് വെച്ചോ. അപ്പൊ നിനക്ക് വേറെ ഒന്നുമില്ല അല്ലെ? നീ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നു. അല്ല, പേടിപ്പിച്ചില്ല ഇതിനകത്ത്. നമ്മളെപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അഭിനയിക്കണം പിടിക്കില്ല. നമ്മള് അവരും കാണൂല പറഞ്ഞാണ് ആൾക്കാര്. എനിക്കും തന്നെ ചെറുക്കാന്ന് കണ്ട നമ്മള് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ചെറുക്കനെതിനിപ്പോ പാട്ടാക്കുന്നതെന്ന് അറിയില്ല. നീ പറഞ്ഞ അന്ന് രാത്രി പറ്റി ഞാനും നല്ല ഉറക്കാനും കേട്ടോ. അതെനക്കറിയാലോ. വിചാരിച്ച 2-3 പോണ്ട, നന്നായിട്ട് ഒന്ന് മതിയെന്നുള്ള 2. ചെറുക്കൻ ഇനി എന്തെങ്കിലും എന്നെ പറഞ്ഞില്ലേ, അപ്പൊ ഓന് പണി കൊടുക്കാൻ ഞാനൊന്നുണ്ട് ആലോചിച്ചിട്ട്. നീ കൊടുക്കോന്ന്? അല്ല അതല്ല, ഞാന് ഒന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഓന് കൊടുക്കാൻ. എന്ത്? അതെല്ലാം ഉണ്ട്. വേണ്ട, ചെക്കൻ സൈഡോട്ട് പറിച്ച് പോയിക്കോട്ടെ. അല്ലേ വിളിച്ച് ശല്യം ചെയ്യുമ്പോ എനിക്ക് ഒരു ചെയ്യുമ്പോ നീ അവനെ വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ച് അങ്ങനെ നിർത്താൻ കൊണ്ടുപോകും. വെറുതെ ഇതിനൊരു പണക്കുണ്ടാക്കി തന്നെ. അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ എവിടെയും പോകും. പിന്നെ അവൻ അത് കയ്യോടെ പിടിക്കാൻ വേണ്ടി പറയേണ്ട വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ശത്രുത ഉണ്ടാക്കി വെക്കണ്ടല്ലോ വീട്ടിന്റെ അടുത്ത്. അവനോട് നീ ഇപ്പൊ ഒരു നല്ല രീതിയിൽ അന്വേഷിച്ച് അപ്പൊ അവൻ ഇന്ന് കിട്ടും നാളെ കിട്ടും, അങ്ങ് ആ രീതിയിൽ എങ്ങനെ ആക്കിയാൽ നിർത്തിയാൽ മതി. ഇന്ന് കിട്ടും നാളെ കിട്ടും കിട്ടിയിട്ടില്ലെങ്കിലോ? അതൊന്നുമില്ല. അന്നേരം അങ്ങനെ കുളിപ്പിച്ചങ്ങനെ നിർത്തണം. ഞാൻ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഞാൻ എന്റെ ഇന്ന ആദ്യത്തിന് പോയതാണ് മൊത്തം അങ്ങനെ. പിന്നെ അത്ര ഇതാകുമ്പോ ഒരു റോണിങ് കൂട്ടിട്ട് പോവാ. ഞാൻ നമുക്ക് വെറുതെ ഒരു കറങ്ങാം. പക്ഷെ വേറെ ഒന്നും നടക്കൂല എന്നും പറയും. അന്നേരം ഒന്ന് മനസ്സിലാവും, ഇത് ഒന്നും നടക്കൂലായിരിക്കും. അതെ, എന്നിട്ട് ചെക്കനിട്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അങ്ങനെ നിന്നാക്കാട് എത്രയോ ചെറിയ ചെറുക്കാനുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയില്ലേ. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ പറഞ്ഞാലും പറഞ്ഞിട്ട് പണ്ട് എത്തിക്കോ. അപ്പൊ വിളിക്കുമ്പോ പറയാ അങ്ങനെ സോപ്പിട്ട് കൊണ്ടുപോകും. എന്തിനാ വെറുതെ ഇതുണ്ടാക്കി വെക്കുന്നത്? പിന്നെ അപ്പൊ ഇന്ന് എത്തിയായിട്ട് ഉറപ്പിച്ചല്ലേ? ഇന്ന് എത്താനൊന്ന് ഞാൻ സൂചിപ്പിക്കണം. ഞാൻ വരണ കാണാൻ. എന്തിനാണ് കണ്ടിട്ട്? ഞാനിങ്ങനെ തൃപ്തി അറിഞ്ഞുകൊണ്ട് ജനലിന്റെ പകുതി തുറന്നു വെച്ച കാറ്റ് വരാനുള്ളത്. വേറെ കണ്ടോ? വേറെ ഒന്നും നടക്കൂല കേട്ടാ. എന്നിട്ട് ഓണം പോയി എല്ലാം കൂടി പിടിച്ചെന്ന നല്ല കളിക്കാൻ തുടങ്ങി എക്കാനെ പോലെ കളിക്കുന്ന ഒരാളില്ലാത്ത. അമ്മയും പറഞ്ഞിട്ടില്ലേ നല്ല ഏതാണ് കളിയെന്ന്? ഇക്കാന്റെ അധികം നീ സൂചിപ്പിക്കണ്ട. ഞാൻ എന്താ മോശക്കാരനാണ്. ഇനിയിപ്പോ ഈ സ്പ്രേയും കൂടി പൂശിയാല്, ഇക്കാന്റെ മുമ്പിൽ ഇനി സ്പ്രേയും കൂടി പൂശിയാലേ. അപ്പൊ സ്പ്രേ ആദ്യമായിട്ട് പൂശുന്ന ഇക്കാന്റെ മുമ്പിൽ? ഇത് ഞാൻ പുതിയത് വാങ്ങിയതല്ലേ. അല്ലേ നീ അന്ന് എന്നോട് ചോദിച്ചത് അത്യാവശ്യം അന്യായ ഡ്രസ് എടുക്കുമ്പോ വാങ്ങിയതാ. ഇക്ക കണ്ടിട്ടില്ല. സ്പ്രേ കണ്ടിട്ടില്ല, ഡ്രസ് കണ്ടിട്ടില്ല. സ്പ്രേ കണ്ടിട്ടില്ല. അതോടെ നന്നായി. അല്ല ഷോപ്പിലൊന്നും പോയിട്ടില്ല? ഷോപ്പിലെത്തിയില്ല. ഞാൻ നിന്റെ ഇത് ആലോചിങ്ങനെ. അല്ല ഇക്ക വരുമ്പോഴൊക്കെ ഞാൻ ഒരുങ്ങി നിൽക്കട്ടെ.